ഇരിപ്പ് കണ്ടല്ലോ നിങ്ങൾ. അമ്മയും വയ്യാത്ത, രണ്ടുപേർക്കും സുഖമില്ലാത്ത അവരുടെ ഒരു ആശ്രയമായിരുന്നു രണ്ട് കുഞ്ഞുങ്ങളും. 18 വയസ്സ് മാത്രം പ്രായമുള്ള ഹരികൃഷ്ണൻ എന്ന് പറയുന്ന പയ്യൻ അമ്മയുടെ വീട്ടിൽ ഉത്സവം കാണാൻ വേണ്ടി ചെന്നതാണ്. ആ പയ്യനെ കുറേയേറെ നരാധവന്മാർ ചേർന്ന് കാട്ടിക്കൂടുന്ന വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടാണ്. ഞാനിപ്പോൾ അവരുടെ വീട്ടിൽ പോയിട്ടാണ്. അച്ഛനെ നിങ്ങൾ സത്യം പറഞ്ഞാൽ ഒന്ന് കാണണം കേട്ടോ. അതൊരു 5 മിനിറ്റ് പോലും നേരെ എഴുന്നേറ്റ് നിൽക്കാൻ വയ്യാത്ത പാർക്കിൻസൺ എന്ന് പറയുന്ന രോഗം ബാധിച്ച ഒരാളാണ് അച്ഛൻ. എൻ്റെ അടുത്ത് കാര്യം പറയാൻ വേണ്ടി ഒരു 5 മിനിറ്റ് പോലും ആ മനുഷ്യൻ എഴുന്നേറ്റിരിക്കാൻ പാടില്ല. സാധാരണ കുടുംബം, വെറും പാവപ്പെട്ടൊരു കുടുംബം. ആ പാവപ്പെട്ട കുടുംബത്തിലെ എല്ലാവിധ പ്രതീക്ഷകളും ഉള്ളൊരു പയ്യനായിരുന്നു ഈ പറഞ്ഞ ഇളയ പയ്യനാണ് ഹരികൃഷ്ണൻ. ഈ പട്ടികളെ തല്ലിക്കൊന്നാൽ പോലും നിയമവും ഒക്കെ ഉള്ള നമ്മുടെ നാട്ടിൽ ഒരു മനുഷ്യനെ തല്ലിക്കൊന്നിട്ട് പ്രത്യേകിച്ച് എന്താ സംഭവിക്കുന്നത് എനിക്കറിയില്ല. ഈ നിമിഷം വരെയും അവൻ്റെ അമ്മ അറിഞ്ഞിട്ടില്ല അവനിനി ഒരിക്കലും വീട്ടിലേക്ക് തിരിച്ചു വരത്തില്ല എന്നുള്ളത്. നമ്മുടെ നാട്ടിലെ നിയമത്തിനും നീതിക്കും ഒന്നും ഈ പറയുന്ന രീതിയിൽ ഇവനെ പോലുള്ളവന്മാരെ കൈകാര്യം ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഇവനൊക്കെ വീണ്ടും ആ പ്രശ്നമാകുന്നത്. സംഭവം എന്നാണ് ഇത്രയും ദിവസങ്ങൾ കഴിഞ്ഞിട്ട് പോലും ഈ അടുത്ത സമയത്തൊക്കെയാണ് 2 പ്രതികളെ കിട്ടിയെന്ന് പറയപ്പെടുന്നത്. രണ്ടുപേരെയും പഠിപ്പിച്ചതാണ്, വലിയ മോനെയും കൊച്ചുമോനെയും. നല്ല 2 കുഞ്ഞുങ്ങളായിരുന്നു. ഒരു സ്വഭാവദൂഷ്യം ഒന്നുമില്ലാത്ത പിള്ളേരായിരുന്നു. എനിക്ക് പറയാൻ പറ്റുന്നില്ല, എനിക്ക് എത്ര വിഷമമുണ്ട്. ഈ കുടുംബത്തിൻ്റെ ആശ്രയമായിരുന്നു 2 കുഞ്ഞുങ്ങളും. ഇങ്ങനെ ഇത്രയും ഒരു പൈശാചികമായിട്ടുള്ള ഈ കാര്യം ചെയ്ത ഇവന്മാരെ എത്രയും പെട്ടെന്ന് നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണം. മറ്റേ തല്ലി കൊല്ലുക വേണ്ടുന്നത് സത്യത്തിൽ. ഇങ്ങനെ ഈ അച്ഛൻ്റെ ഇരിപ്പ് കണ്ടല്ലോ നിങ്ങൾ. അമ്മയും വയ്യാത്ത, രണ്ടുപേർക്കും സുഖമില്ലാത്ത അവരുടെ ഒരു ആശ്രയമായിരുന്നു 2 കുഞ്ഞുങ്ങളും. നല്ല സ്വഭാവവും. ഞാൻ പഠിപ്പിച്ചത് 2 പേരെയും ക്ലാസ്സിലൊക്കെ എത്ര നല്ല ശാന്ത സ്വഭാവമുള്ള പിള്ളേരായിരുന്നു എന്നറിയാം. ഇങ്ങനെ സംഭവം ചരിത്രത്തിൽ ആദ്യമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെ അപ്പാവിയായിട്ടുള്ള പിള്ളേർ, അത് സഹിക്കാൻ പറ്റത്തില്ല നമുക്ക്. എനിക്കെന്തുവാന്ന് പറയണമെന്ന് അറിയത്തില്ല. ഇത്രയ്ക്ക് വിഷമമുണ്ട്. അമ്മയൊക്കെ കണ്ട് അവളെന്നെ കെട്ടിപ്പിടിച്ച്